ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താ മഴ കടക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സമവായത്തിലേക്കെന്ന് സൂചന. അവകാശവാദത്തിൽ നിന്ന് ഏകനാഥ് ഷിൻഡെ പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രി പദവികൾ സംബന്ധിച്ചും മുന്നണികൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. അടുത്ത മാസം 1-ന് സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏകനാഥ് ഷിൻഡെ പിന്മാറുകയാണോ? അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദവിയിൽ അജിത് പവാറും ഷിൻഡെയും തുടരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നു. ഈ ധാരണ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടോ? വിജയകുമാർ, ഇന്നാണ് നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ രാജ്ഭവനിലെത്തി ഏകനാഥ് ഷിൻഡെ രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ കാവൽ മുഖ്യമന്ത്രിയായി ഗവർണർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സമയമൊക്കെ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരാണ് പുതിയ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ദീപക് കേസർക്കർ അദ്ദേഹത്തിൻ്റെ അടുത്ത വിശ്വസ്തനാണ്, ഷിൻഡെ വിഭാഗത്തിലെ പ്രബലനായ നേതാവാണ്. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർ എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതായത് വലിയ തർക്കങ്ങൾക്ക് ഷിൻഡെ വിഭാഗം ഇനി പോകില്ല എന്ന സൂചനയാണ് ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല, തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് തൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇനി പ്രവർത്തകരാരും തടിച്ചുകൂടേണ്ടെന്ന് ഏകനാഥ് ഷിൻഡെ തന്നെ പറയുന്ന സാഹചര്യവുമുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു തർക്കത്തിൽ നിന്ന് ഷിൻഡെ വിഭാഗം പുറകോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BJP ദേശീയ നേതൃത്വവും ഫട്നാവിസ് തന്നെ ആകണം എന്നുള്ള നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അമിത്ഷാ തന്നെ ഇക്കാര്യം ഷിൻഡെയെ നേരിട്ട് അറിയിക്കാനാണ് സാധ്യത. നേരത്തെ RSSും ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അജിത് പവാറിന്റെ പിന്തുണയും ഫട്നാവിസിനുണ്ട്. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ എന്നാകും എന്ന കാര്യത്തിൽ കൂടി ചില വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ 1-ന് സത്യപ്രതിജ്ഞ നടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അന്ന് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിമാർ എന്നിവർക്കൊപ്പം തന്നെ 20 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് 43 മന്ത്രിമാർക്കാണ് സാധ്യത. 21 മന്ത്രിസ്ഥാനം BJPക്ക് തന്നെ ലഭിക്കും. 12 ശിവസേനയ്ക്കും 10 NCPക്ക് ലഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതായാലും BJPയുടെ പക്കൽ തന്നെയായിരിക്കും. പക്ഷേ നഗരവികസനം അടക്കമുള്ള വകുപ്പുകൾ ലഭിക്കണമെന്ന് ഷിൻഡെ വിഭാഗം ഇപ്പോൾ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും എന്നത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഷിൻഡെയുടെ അടുത്ത അനുയായികൾ അത് പറയാതെ പറയുന്നുണ്ട്. BJP ദേശീയ നേതൃത്വം പ്രധാനമന്ത്രിയും അമിത്ഷായും എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നാണ് ശിവസേന നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.